കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ജനങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള ഒരാളാണ് വി എം സുധീരൻ. അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ആദർശങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ആൾ തന്നെയാണ്. 2004 അദ്ദേഹത്തെ അന്ന് തെരഞ്ഞെടുപ്പിൽ വേറെ ആളിനെ വെച്ച് ആൾമാറാട്ടം നടത്തി പരാജയപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം വേണമെങ്കിൽ സുഖമായി എവിടെയെങ്കിലും മത്സരം ജയിക്കാൻ വീണ്ടും മന്ത്രി എം എൽ എ എം പി ഒക്കെ ആകാമായിരുന്നു. അദ്ദേഹം ഒന്നും ആയില്ല. അദ്ദേഹം ഞാനും പാർലമെൻ്ററി രംഗത്തേക്ക് ഇല്ലാന്ന് തീരുമാനമെടുക്കുക ഇപ്പോഴും അതിൽ ഉറച്ചിരിക്കുകയും ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും ഒരു ശരിക്കുള്ള പ്രതിപക്ഷമായി ഇവിടെ നിൽക്കുന്ന ഒരാൾ വി എം സുധീരനാണ്. അതിപ്പോൾ ഈ യു ഡി എഫ് സർക്കാർ വന്നു കഴിഞ്ഞ് യു ഡി എഫ് സർക്കാരിൽ പ്രത്യേകിച്ച് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിലൊക്കെ വലിയ പങ്കുവഹിച്ച ആൾ തന്നെയാണ് വി എം സുധീരൻ. പക്ഷേ ഈ സർക്കാരിൻ്റെ ചില നയങ്ങൾക്കെതിരെ മദ്യം, വെള്ളാപ്പള്ളി തുടങ്ങിയ കരിമണൽ തുടങ്ങിയ വിഷയങ്ങളിൽ ശരിക്കും പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ ഏറ്റെടുത്തിരിക്കുകയാണ് സുധീരൻ. പിണറായി പോലും ഇതിൻ്റെ മുന്നിൽ കണ്ണു തള്ളി നിൽക്കുകയാണ്. ശരിക്കും പ്രതിപക്ഷ നേതാവിൻ്റെ റോള് സുധീരനെ ഏറ്റെടുക്കാൻ പറ്റൂ. അതെന്താണെന്നറിയാമോ? പിണറായി വിജയനൊന്നും ക്വാതിറക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഇത് ബൂമറാങ്ങാ, തിരിച്ചു വരും. ബൂമറാങ്ങാണ്. കാരണം കഴിഞ്ഞ 10 വർഷം കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ, പരമാവധി വൃത്തികേടുകൾ മുഴുവൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. അതേലെ ഒരുപാട് വൃത്തികേടുകൾ യു ഡി എഫ് പിന്തുടരാൻ പോവാണ്. കണ്ടവൻ്റെ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കാശ് വാങ്ങിച്ച ആളല്ലല്ലോ. അപ്പം സുധീരന് ഇതിനകത്തൊന്നും പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സുധീരന് മുന്നും പിന്നും നോക്കാനില്ല. അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന് സീറ്റ് ആവശ്യമില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു തിരുത്തൽവാദിയായിട്ട് വരുന്നു. യഥാർത്ഥ പ്രതിപക്ഷ നേതാവിന്റെ വേഷം അദ്ദേഹം കെട്ടുന്നു. ഇപ്പൊ നമുക്കറിയാം, ഒന്ന് ഈ പറയുന്ന മദ്യനയം, 2 കരിമണൽ, 3 അദ്ദേഹം ഇടപെട്ട വിഷയമാണ് മഹേശന്റെ ആത്മഹത്യ, വെള്ളാപ്പള്ളിക്കെതിരെ. അപ്പൊ ഈ 3 വിഷയത്തിലും സുധീരൻ വട്ടം പിടിച്ചിരിക്കുകയാണ്. സുധീരൻ അതിനായിട്ട് വേണമെങ്കിൽ ഇനിയും കോൺഗ്രസ്സുകാരെ കൊണ്ട് വേണമെങ്കിൽ സെക്രട്ടേറിയറ്റ് മാച്ച് വരെ നടത്താൻ സാധ്യതയുണ്ട്. മഹേശന്റെ കുടുംബത്തെയും കൊണ്ട് അദ്ദേഹം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരാനുള്ള സാധ്യത അങ്ങനെയൊക്കെയുണ്ട്. ഈ മദ്യനയത്തിൽ അദ്ദേഹം കടുത്ത അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. സ്ലാബുകൾ നിശ്ചയിച്ചതിൽ, നികുതി ഘടനയുടെ പരിഷ്കരണത്തിൽ എല്ലാം അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ സർക്കാർ ഈ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന വി ഡി സതീശൻ സ്വീകരിച്ച നിലപാട് ഇപ്പൊ എങ്ങോട്ടും അന്ന് വി എം സുധീരനും അതിനെ എതിർത്ത് പരസ്യ രംഗത്തെത്തിയ ഒരാളായിരുന്നു. അതെ. അപ്പൊ അടുത്ത കോൺഗ്രസിന്റെ ഭരണത്തിൽ എത്തുമ്പോഴും ആ കാര്യത്തിൽ ഒരു കാതലായ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ തീർച്ചയായും സുധീരൻ പ്രതികരിക്കും. അല്ല, ഇത് എൽ ഡി എഫ് ഭരണകാലത്ത് തുടങ്ങി വെച്ചു എന്നതിന്റെ പേരിൽ കോൺഗ്രസ് നടപ്പിലാക്കേണ്ട കാര്യമില്ല. അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷേ അത് നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ഏകാധിപത്യപരമായിട്ട് വി ഡി സതീശൻ മുന്നോട്ട് പോയി. അവിടെയാണ് കുഴപ്പം സംഭവിച്ചത്. അത് അവസാനം ഇന്നലെ പിന്നെ യു ഡി എഫിലേക്ക് തീരുമാനം വിട്ടു എന്ന് പറയുമ്പോഴും ഇത് വിവാദമായി തന്നെ അവിടെ നിൽക്കുകയാണ്. അതെ, അത് അദ്ദേഹം ആ വലിയൊരു കടമ്പ വളരെ ബുദ്ധിപൂർവ്വം കടന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞത് നികുതി പരിഷ്കരണം മാത്രമാണ് ഞാൻ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് എനിക്ക് മറ്റു വകുപ്പുകളുടെ ആവശ്യമില്ല. ധനകാര്യമന്ത്രിക്ക് അങ്ങനെ മറ്റു വകുപ്പുകളിലേക്കുള്ള നികുതി പരിഷ്കരണം അത് ധനകാര്യമന്ത്രിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വേറെ ആരും ആലോചിക്കേണ്ട കാര്യമില്ല. അത് ആ ബജറ്റിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ ഇത് നടപ്പാക്കണോ അതോ വേണ്ടയോ എന്നുള്ളത് യു ഡി എഫ് ചർച്ച ചെയ്യും. ഇത് നടപ്പാക്കണം എന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയായിട്ട് വരുന്നു. യു ഡി എഫിന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞു. യു ഡി എഫിന് വേണ്ടെങ്കിൽ വേണ്ട, യു ഡി എഫിന് വേണമെങ്കിൽ വേണം, അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ അവിടെ സതീശൻ ശരിക്കും നമ്മൾ അദ്ദേഹത്തെ വലിയ ഒരു സൂപ്പർ താരമായി വാഴ്ത്തുമ്പോഴും സതീശന്റെ ഈ യു ടേൺ അടിച്ചതും മലക്കം മറിഞ്ഞതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സതീശൻ ആർക്കോ വാക്ക് കൊടുത്ത പോലെ ഉണ്ട്. ഈ വീര്യം കുറഞ്ഞ സംശയത്തിന് ഇട നൽകുന്ന രീതിയിലാണ് മൊത്തത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം മന്ത്രിസഭ വന്നിട്ട് കഷ്ടിച്ച് ഇപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ തന്നെ ആദ്യ ബജറ്റ് വരുമ്പോഴൊക്കെ തന്നെ അത്തരം അത് ഈ മദ്യം എന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത്തരം വിഷയങ്ങളിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ ഇനി ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും സംശയത്തിന് നൽകും. അത് സുധീരൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, വി ഡി സതീശൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ ശക്തമായ പ്രതിരോധം ഈ മദ്യ വിഷയത്തിൽ തീർത്തതാണ്. അന്നത്തെ ചട്ടഭേദഗതിക്കെതിരെ വന്നതാണ്. മദ്യത്തിൻ്റെ വീര്യം സംബന്ധിച്ചുള്ള കാര്യത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഇതിന് കൊടുത്ത ടാക്സിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ സതീശൻ പറഞ്ഞ എന്താ, 2 സ്ലാബ്, 2 ടാക്സ്, ഒന്ന് 120%, ഒന്ന് 175%, 2 ടാക്സാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ ആ നികുതി നിർദ്ദേശം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് അംഗീകരിക്കേണ്ടത് യു ഡി എഫ് ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ യു ഡി എഫ് ഇത് അംഗീകരിച്ചിട്ടില്ല. യു ഡി എഫ് ഇതിൽ ചർച്ച ചെയ്തിട്ട് പോലുമില്ല. അതാണ് എൻ്റെ പോയിന്റ്. യു ഡി എഫിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് സുധീരന്റെ ചോദ്യം. മന്ത്രി അറിഞ്ഞിട്ടില്ല, എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല. ഇതിൽ യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല, എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ സതീശൻ ഇത് നടപ്പാക്കും? അത് നടപ്പാക്കുമ്പോൾ അതിനകത്ത് ഈ അഴിമതി ആരോപണം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ഈ അഴിമതി ആരോപണം
ഇവിടെ ഇത് നടപ്പാക്കാൻ ഇവർ തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ അത് നിലനിൽക്കുക. മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF സർക്കാരിന്റെ നയങ്ങളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് UDF വരാൻ കഴിഞ്ഞത്. അതെ. അത് നിങ്ങൾ അന്നങ്ങനെ ചെയ്തില്ല ഞങ്ങളും ചെയ്യും എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയുമില്ല. അവർ ചെയ്തതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് UDF ഭരണം കിട്ടിയത്. അതെ. സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദ്യം പാടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നയമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട്, അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയണമായിരുന്നു UDF. അതാണ്. അതുപോലെ അതേ അവസ്ഥ തന്നെയാണ് കരിമണൽ ഖനനത്തിൽ ഇന്നലെ സതീശൻ ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടു പോയത്. അദ്ദേഹം പറഞ്ഞത് അവിടെ സ്വകാര്യ കമ്പനി മേഖലയ്ക്ക് കരിമണൽ ഖനനം കൊടുക്കുമെന്ന് ഞാൻ എവിടെ എഴുതി വെച്ചിരിക്കുന്നു ബജറ്റിലെന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ ബ്ലൂ എക്കോണമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ കരിമണൽ ഖനനം. കരിമണൽ ഖനനത്തിന് അനുമതി കൊടുക്കും. കരിമണൽ ഖനനവും ധാതു നിക്ഷേപങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്നാണ് അതിൽ പറയുന്നത്. എന്താ അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആ കരിമണൽ വിറ്റ് കാശാക്കുക എന്നുള്ളതല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം 19 ലക്ഷം ടണ്ണാണ് ഈ ഇത് കിടക്കുന്നത്, എന്താ മോണോസൈറ്റ് 5000 കോടി വില വരുന്നതാണ് ഇതിന്. ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണെങ്കിൽ പോലും ഈ കാവൽ മന്ത്രിസഭയായിരുന്ന കാലത്താണ് അതിന് അനുമതി നൽകിയത്. അപ്പൊ അതിന് അക്കാര്യത്തിൽ തീരുമാനം അടിയന്തരമായി വീഡിയോ എടുക്കണം. സംശയാസ്പദമായ സാഹചര്യം ഉണ്ടാക്കുമല്ലോ. അത് ഇന്ത്യൻ റെയർ എർത്ത് ഉള്ള സമയത്താണ് ഉള്ളപ്പോഴാണ് സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാല് തെലങ്കാനയിൽ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന സ്വകാര്യ കമ്പനി ഹൈദരാബാദിൽ. ഈ പിണറായി സംബന്ധിച്ചിടത്തോളം ഇനി കർത്തയെ താങ്ങാൻ പറ്റില്ല, കർത്തേനെ കൂടെ നടത്താൻ പറ്റില്ല. കർത്ത ഇനിയോട്ട് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത മൊത്തം കർത്തയിൽ ഇനിയുള്ള നീക്കങ്ങളെല്ലാം നിരീക്ഷണത്തിൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അടുത്തടുത്തന്നെ പിടിച്ചോണ്ട് വേറെ ആൾ ഇതുപോലത്തെ വേറെ കർത്ത അവിടുത്തെ തെലങ്കാനയിലെ കർത്തയെ കൊണ്ടുവന്നു. സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നതാണ് ഒന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഇതൊന്നുമല്ല ഈ KK മഹേശന്റെ ആത്മഹത്യ. വെള്ളാപ്പള്ളി നടേശനാണ് VM സുധീരന്റെ ടാർഗറ്റ്. കാരണം പ്രൈം ടാർഗറ്റ് എല്ലായിടത്തും മുട്ടിന് നടന്ന് VM സുധീരനെ പള്ളു പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ ഈ വെള്ളാപ്പള്ളി എങ്ങനെയും ഇത് തൂക്കുക എന്നുള്ളതാണ്. അത് പക്ഷേ നടക്കാനൊന്നും പോകുന്നില്ല ഇവിടുത്തെ സർക്കാരുകളും. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട്, വെള്ളാപ്പള്ളി ബുദ്ധിമാനാണ്. അറിയാലോ, അയാൾ ചെയ്തിരിക്കുന്നതെല്ലാം അയാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനൊന്നും തെളിവില്ല. ഇതെല്ലാം എങ്ങോട്ട് പോകും? ഇതെല്ലാം ഈ സാധാരണക്കാരന്റെ ഈ പാവപ്പെട്ട മഹേശനെ പോലുള്ളവർ തലയെ വെച്ച് കൊടുക്കുക. അവരൊന്നീ പോയി ആത്മഹത്യ ചെയ്യുക, അല്ലെ അവരെ ഏതെങ്കിലും രീതിയിൽ മരണപ്പെടും. അത്രേ ഉള്ളൂ. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ ഏറ്റവും കളിച്ചിരിക്കുന്ന കാരണം ഒരു കത്ത് ഓൾറെഡി കൊടുത്തു. KK മഹേശന്റെ ആത്മഹത്യാക്കുറിപ്പുണ്ട്. ആ കേസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അന്വേഷണം മരവിച്ച് കിടക്കുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശനോട് ഇവിടെ അല്ല ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. KK നടേശന്റെ വീട്ടിൽ ചെന്ന് KK നടേശന്റെ ഭാര്യയോടും മകനോടും ഒക്കെയാണ് അന്വേഷണ സംഘം ചോദ്യം ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശനോടല്ല. അപ്പോൾ ആ വിഷയത്തിലും വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് സുധീരൻ നിൽക്കുന്നത്. ഒരു കത്ത് കൊടുത്തു, അതൊക്കെ ഇല്ല. രണ്ടാമത്തെ കത്തും കൊടുത്തു. ഇനി അടുത്തത് ഒന്നീ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരമായിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ സമരമായിരിക്കും. ഇത് രണ്ടിലേതെങ്കിലും സംഭവിക്കും. അതിനുള്ള ഒരു നീക്കം ആണ്. കാരണം ഈഴവ സമുദായം ഒന്നടങ്കം കനത്ത പ്രതിഷേധത്തിലാണ്. ഈ വെള്ളാപ്പള്ളിയെ ഇവരെല്ലാവരും കൂടെ വെള്ളാപ്പള്ളിയെ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ താങ്ങി നിർത്തുന്നു. അയാൾ സമുദായത്തെ കൊള്ളയടിക്കുന്നു. മാത്രമല്ല എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഈ പത്മഭൂഷൺ കൊടുത്തത്? 84 VM സുധീരൻ സ്പീക്കറായപ്പോൾ KK അന്ന് വിചാരിച്ചില്ല ഇങ്ങനെ ഒരു അപകടകാരിയാവും എന്നുള്ളത്. 11 വർഷത്തോളം രാജിവെച്ച് പാർലമെന്റിലേക്ക് പോയപ്പോഴാണ് സുധീരൻ സ്പീക്കറാവുന്നത്. അടുത്ത 3 വർഷം സുധീരൻ സ്പീക്കറായിരുന്നു. കരുണാകരനെ സത്യം പറഞ്ഞാൽ മൂക്കൊണ്ട് ഇഷാന്ന് വരപ്പിച്ചു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അനങ്ങാൻ സംഭവിച്ചില്ല. ഒരു ഘട്ടത്തിൽ കേരള നിയമസഭയിൽ, അന്ന് പഴയ നിയമസഭയാണ്, അവിടെ കോൺഗ്രസിലെ ചില നിയമസഭാ അംഗങ്ങൾ വളരെ മോശമായ ഭാഷയിൽ സുധീരനെ വിമർശിച്ചു, സഭ്യമല്ലാത്ത ഭാഷയിൽ വിമർശിച്ചു. അത് വലിയ തോതിലുള്ള വിമർശന വിധേയമായി. അതുകൊണ്ട് തന്നെയാണ് KK 91 ഭരണം കിട്ടിയപ്പോൾ മന്ത്രിമാർ ലിസ്റ്റ് KK കൊടുത്ത ആദ്യത്തെ പേര് സുധീരൻ്റെ ആയിരുന്നു. കോൺഗ്രസിൽ KK അതങ്ങ് വെട്ടി ആക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് കിട്ടി. പിന്നീട് KK രാജിവെച്ച് KK മുഖ്യമന്ത്രി ആയപ്പോൾ പറഞ്ഞാലേ ഉള്ളൂ എങ്കിൽ അത് ആരോഗ്യമന്ത്രിയായിരുന്നു. അപ്പൊ ഇതാണ് അപ്പോഴത്തേക്ക് ആരോഗ്യമന്ത്രിയായിരുന്ന രാമേന്ദ്രൻ നായർ അഴിമതി ആരോപണത്തിൽപ്പെട്ട് പുറത്തുപോയി. ആറന്മുള MLA ആയിരുന്നു, ഞങ്ങളുടെ MLA ആയിരുന്നു. 91 ആയാലും. അപ്പൊ അദ്ദേഹം അങ്ങനെ പുറത്തുപോയി. ആ വിളവിലാണ് 2 വർഷം ആരോഗ്യമന്ത്രിയായിരുന്നു. 2 വർഷം ഇല്ല, 1.5 ഒരു വർഷം ഉണ്ടായി. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ശരി, ആദർശവാദമാണ് സുധീരൻ. അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുണ്ട്. ഒന്നാമത് മദ്യവിരോധിയാണ്. ഈ സത്യത്തിൽ UDF സർക്കാരിനെ ഭരണത്തിൽ നിന്ന് വീഴ്ത്തിയത് സുധീരൻ KPCC പ്രസിഡന്റും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ആയിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ബാറുകൾ മുഴുവൻ അടച്ചുപൂട്ടേണ്ടി വന്നത്, ബിവറേജസുകൾ അടച്ചുപൂട്ടേണ്ടി വന്നത്. ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായി. അവസാനം വന്നപ്പോഴത്തേക്ക് 28 ബാറേ ഉള്ളൂ. ബാറുകളുടെ എല്ലാം ഇത് മാറി. ലോട്ടറി അടിച്ചത് പിണറായി സംഘത്തിനായിരുന്നു. അവർ ആദ്യമേ KPSC-യിലൊക്കെ വെച്ച് പരസ്യമൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ പക്ഷെ അതെല്ലാം വിട്ട് ആ ബാറുകളിൽ നിന്നുള്ള കാശ് കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ പോലും CPM നേരിട്ടത്. എല്ലാവർക്കും വാരിക്കോരി ലൈസൻസ് കൊടുത്തു, പാറമടകൾക്ക് ലൈസൻസ് കൊടുത്തു. അവിടെ നിന്നെല്ലാം ഊറ്റി മൊത്തം മേടിക്കാവുന്ന അത്രയും മേടിച്ചെടുത്തു. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ
സസ്പെൻഷനുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് 5 ലക്ഷം രൂപ ഇതോടെ ചോദിച്ച് തിരികെ എടുക്കുക, അങ്ങനെയൊക്കെ കാശുണ്ടാക്കി അവസാനം അതും കൊണ്ടാണ് ഇവർ പടിയിറങ്ങിയത്. ഏതായാലും വി എം സുധീരന് നിലപാടെടുക്കുമ്പോൾ വി ഡി സതീശൻ അല്പം ഒന്ന് കരുതിയിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മാത്രമേ നിലപാടെടുക്കാൻ പറ്റുള്ളൂ. പിണറായി വിജയനെ കൊണ്ട് പറ്റില്ല, കോൺഗ്രസ് വേറെ ആരെ കൊണ്ട് പറ്റില്ല. വി എം സുധീരന്റെ കൈകൾ ശുദ്ധമാണ്, അദ്ദേഹത്തിന് ഇതിനകത്ത് വേറെ ലാഭനഷ്ടമൊന്നുമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് അദ്ദേഹം എടുക്കുന്ന നിലപാട് മാത്രമല്ല ഈ പിണറായി വി എം സുധീരൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ പിണറായി തൊടാനും പറ്റില്ല. ഇല്ല, എല്ലാ സ്വന്തക്കാരാണ്. പിടിക്കാൻ പറ്റത്തില്ല, മദ്യ കമ്പനി എല്ലാം പുള്ളിയുടെ സ്വന്തക്കാരാണ്. അപ്പൊ പുള്ളിക്കാർ തൊടാനും പറ്റില്ല. എന്തായാലും സുധീരൻ ഒരു പ്രതിപക്ഷമായിട്ട് വരട്ടെ. ഇപ്പോഴത്തെ പ്രതിപക്ഷം വളരെ ദുർബലമാണ്, അവരെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഇന്നലെ തന്നെ പിണറായി വിജയന്റെ ആപ്പീസ് കൂട്ടിപ്പോയതാണ്. അപ്പോൾ പിന്നെ സുധീരൻ ഒരു പാർട്ടിക്കുള്ളിൽ നിന്നൊരു പ്രതിപക്ഷമായിട്ട് വരട്ടെ. ഈ തിരുത്തപ്പെടേണ്ടവ തിരുത്തപ്പെട്ട് തന്നെ പോട്ടെ.